നമുക്ക് അശോകൻ കുറച്ചു നേരം ഉണ്ടായിരിക്കും. അല്ല ഞാനിത് കേട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മലയാളം പാട്ട് സെമി ക്ലാസിക്കൽ നമുക്ക് ഈ പിന്നെ ആറാട്ട് ഗാനങ്ങൾ പഴയ എങ്ങനെയുണ്ട്? നല്ല പാട്ട്, ഫുൾ ക്ലാസ്. മൃദംഗം ഞാൻ വായിക്കാം. ആഹ്ലാദ സമുദ്രം തിരതള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി ആനന്ദ ഭൈരവി ആനന്ദ ഭൈരവി രാഗത്തിൻ മേളത്തിൻ അമ്പല തുളസികൾ തുമ്പിതുള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി ആയിരത്തിരി വിളക്കു കണ്ടു ഞാൻ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. അതായത് ജഗദീശിന്റെ ഒരു പ്രോഗ്രാം തൃശ്ശൂര്. അപ്പം 2 ദിവസം മുമ്പ് ജഗദീശിന്റെ തൊണ്ട പോയി. തൊണ്ട പോയപ്പോഴത്തേക്ക് എന്തായിരുന്നു കച്ചേരി ഉണ്ടായിരുന്നു? ഇൻഫെക്ഷൻ അടിച്ചു. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു 7 ദിവസം വോയിസ് റെസ്റ്റ്. അപ്പൊ എനിക്ക് മറ്റന്നാ പ്രോഗ്രാം ഉണ്ട്, ഭയങ്കര എമൗണ്ട് ചെല്ലണ്ട, പിന്നെ എല്ലാം എഴുതി കൊടുത്തിരിക്കുകയാണ്, ചെന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും, നഷ്ടപരിഹാരം, ക്യാഷ് കിട്ടുന്നതല്ല, ഈ ക്യാഷ് പോവുകയും ചെയ്യും, നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പോൾ ഭയങ്കര ഒരു എമൗണ്ട് പോകും. അപ്പം അത് പറഞ്ഞു ഇത് മനുഷ്യരുടെ കാര്യമാണ്, വോക്കൽ കോഡ് പോയതാണ്, ഇനിയിപ്പം ഒരാഴ്ച റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജഗദീശിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനും ആ പ്രോഗ്രാമിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യും ജഗദീശ് എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും പെട്ടെന്ന് ഒറ്റമൂലിയൊന്നും ഇല്ല, ഇത് വോയിസ് റെസ്റ്റ് അത്ര ശാസ്ത്രം അങ്ങനെ ഇത് തന്നെ ഒറ്റമൂലി. പിറ്റേ ദിവസം പ്രസ് മീറ്റ് രാവിലെ. അത് കഴിഞ്ഞ് പ്രോഗ്രാം. പ്രസ് മീറ്റിന്റെ അന്നും എനിക്ക് സംസാരിക്കാം, മുകേഷ് പറയുന്നു. അപ്പൊ ഇവര് പറയുന്നു സ്കിറ്റ് എങ്ങനെ അവതരിപ്പിക്കും, ജഗദീശിനെ നോക്കുമ്പോൾ ജഗദീശ് ഒരു ചെറിയ ഇത്. പിറ്റേ ദിവസം പ്രോഗ്രാമിന് ഇത് ഈ ഇപ്പൊ സൗന്ദർരായന്റെ പാട്ട് പാടിയില്ലേ, ആ പിച്ചില് സ്കിറ്റ് അവതരിപ്പിച്ച് കാശ് മേടിച്ച് പാട്ടും പാടി പോയി. അപ്പൊ അവിടെ ആ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാശിനോടുള്ള ആർത്തി ജയിച്ചു, ശാസ്ത്രം തോറ്റു. അല്ല ഇതിന്റെ ഇത് നന്നായിട്ട് പറഞ്ഞു. എന്റെ ബഞ്ച് മുകേഷ് തന്നെയാണ് പറഞ്ഞത്, നടന്ന സംഭവമാണ് പറഞ്ഞത്. പക്ഷെ എന്റെ ബഞ്ച് മാത്രം മുകേഷ് പറഞ്ഞിങ്ങനെയില്ല. അപ്പം ഡോക്ടറിനോട് ഡോക്ടർ ചോദിക്കും, മുകേഷ് എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അല്ല എന്താ ഡോക്ടർ ഇത് എന്താ സംഭവിച്ചത്? ഇത്രയും വോയിസ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് എങ്ങനെ ഇത്രയും വോയിസിൽ പാടാൻ പറ്റി? ശാസ്ത്രം തോറ്റു, ആക്രാന്തം ജയിച്ചു. അതാണ് ശരിക്കുള്ള വാക്ക്. പക്ഷെ ഞാൻ ഒരു സദസ്സല്ലേ, ഒരു പ്രോഗ്രാം അല്ലേ, നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞപ്പോ അതല്ല, മറ്റേ ഇത് ഡോക്ടർ പറഞ്ഞായിട്ട് ഇത് ബാക്കി ഇവൻ ഒരുപാട് പറയുമ്പോൾ അതിൻ്റെ എൻഡ് പഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സാധാരണ ഞാൻ കുറച്ച് സമയം എടുത്ത് പറയാം. എൻഡ് പഞ്ച് എന്ന് പറഞ്ഞാൽ മുകേഷിൻ്റെ ടോണിൽ ഇത് നടന്ന സംഭവം പലരോടും പറഞ്ഞല്ലോ, പ്രിയനോടും ഇന്നസെൻ്റ് ഏട്ടനോടും ജഗതി ചേട്ടനോടും എല്ലാം കൂടെ. മുകേഷ് അവസാനം എൻഡ് പഞ്ച് പറയണം. അവസാനം ഡോക്ടറെ ഞാൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താണെന്നറിയാം, ശാസ്ത്രം തോറ്റി ആക്രാന്തം ജയിച്ചു എന്ന് പറയുന്നത് ആ പഞ്ചാണ്. ശാസ്ത്രത്തെയൊക്കെ തോൽപ്പിച്ച ആളാണ്.
വളരെ റയറായിട്ടാണ് അതായത് ഒരു ഫേവറോടെ ഇതിലൂടെ ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത്തരം പ്രോഗ്രാമിനൊക്കെ നല്ല കാശ് വാങ്ങുന്നുള്ളത് എല്ലാവരും അറിയിച്ചത് വളരെ സന്തോഷം.